പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത പൊതുപരീക്ഷ 7ാം ക്ലാസ് ഫിഖ്ഹ് ലിസാനുൽ ഖുർആനും താരീഖും ഖുർആൻ ഹിഫ്ള് പരീക്ഷയും കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. പരീക്ഷയൊക്കെ എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും ടോപ്പ് പ്ലസ് മാർക്ക് ഉണ്ടാവുകയില്ലേ? നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഉപകാരപ്പെട്ടോ? എല്ലാവരും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി 2 പരീക്ഷകൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതിനുള്ള അവസരമേ നമുക്കുള്ളൂ. ഇതുവരെയുള്ള ഊർജ്ജം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. വേറെ വഴിക്ക് കളിയിലേക്കോ മൊബൈലിലേക്കോ ഒന്നും തിരിയരുത്. ആ ഒരു ഊർജ്ജവും ആ ഒരു താല്പര്യവും ഉന്മേഷവും കൊണ്ട് തന്നെ ഈ 2 പരീക്ഷകൾ കൂടി നമ്മൾ നേരിടുക. ഉറപ്പായും നമുക്ക് ഈ 2 പരീക്ഷയിലും നല്ല മാർക്ക്, ടോപ്പ് പ്ലസ് മാർക്ക് നേടാൻ കഴിയും. ചില കുട്ടികൾ ആദ്യത്തെ ദിവസത്തിൽ ആ പേടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയുള്ള 2 പരീക്ഷ നോർമലാക്കി വിടും. അങ്ങനെയാകുമ്പോൾ പിന്നെ തീരെ മാർക്ക് കുറയും. ചിലപ്പോൾ ഡിസ്റ്റിങ്ഷനിൽ നിന്ന് തന്നെ നമ്മൾ പുറന്തള്ളപ്പെടും. അതുകൊണ്ട് ഒരിക്കലും ആവേശം കൈവിടരുത് എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. വളരെ ഉപകാരപ്രദമായ ടോപ്പ് പ്ലസിന് വരാൻ സാധ്യതയുള്ള വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തി പറയുന്ന നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണുക, ഉപകാരം ചെയ്യും. യോജിപ്പിക്കാമെന്ന ചോദ്യം: 1. മ്ലേച്ഛ വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കൽ ത്വഹാറത്താണ്. ത്വാഹിറല്ല, ത്വഹാറത്ത്, ശുദ്ധിയാക്കൽ. 2. മക്കയിലുള്ളവരുടെ ഹജ്ജിൻ്റെ മീഖാത്ത് മക്ക തന്നെ. 3. മഗ്രിബ് ഭാഗത്ത് നിന്ന് വരുന്നവരുടെ മീഖാത്ത്, മഗ്രിബ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറാണ്, സൂര്യൻ ഉദിക്കുന്ന സ്ഥലം. അപ്പോൾ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരുടെ മീഖാത്ത് ജുഹ്ഫയാണ്. 4. നായ, പന്നി അല്ലാത്തവയുടെ മനീയ് ത്വാഹിറാണ്. 5. സുഖപ്പെടുമെന്ന പ്രതീക്ഷയില്ലാത്ത രോഗികൾ നോമ്പെടുക്കൽ വാജിബില്ല. 6. ഭക്ഷിക്കപ്പെടാത്ത ജീവികളിൽ നിന്ന് പിരിഞ്ഞ രോമം നജസാണ്. അപ്പോൾ ഭക്ഷിക്കപ്പെടുന്നില്ല ആ ജീവിയെ, അറുത്തിട്ട് നമ്മൾ തിന്നാറില്ല എങ്കിൽ അതിൽ നിന്ന് വേർപിരിഞ്ഞ രോമം നജസാണ്. ഈ ചോദ്യം വായിച്ചു കഴിഞ്ഞതിലൂടെ എനിക്ക് മനസ്സിലായത്, കൃത്യമായി പാഠം നല്ലോണം വായിച്ച ആളുകൾക്ക് ഇത് വളരെ എളുപ്പമായിരിക്കും. ചോദ്യോത്തരം മാത്രം പഠിച്ചവർക്ക് അത് പ്രയാസവുമായിരിക്കും. 2. ശരി അടയാളപ്പെടുത്തുക എന്നതാണ്. 1. ഇഫാലത്തിൻ്റെ ത്വവാഫ് ചെയ്യൽ ഫർളാണ്. 2. ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകും ത്വവാഫ്. 3. റമദാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്താണ്. 4. എട്ടുകാലിയുടെ വല, അത് ത്വാഹിറാണ്. 5 ഔസുക്ക് എത്ര ലിറ്ററാണ്? 960. 6. തയമ്മുമിൽ മണ്ണ് അടിച്ചെടുക്കൽ ഫർള്, നിർബന്ധമാണ്. ടിക്കിടുന്ന സമയത്ത് ഒരു കള്ളിയിൽ മാത്രം ടിക്കിടുക. എല്ലാ കള്ളിയിലും കൊണ്ടുപോയി ടിക്കിട്ട് ആകെ കുത്തി വരഞ്ഞാൽ നമ്മുടെ മാർക്ക് നഷ്ടപ്പെടാൻ അത് കാരണമാകും. പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലോണം ആലോചിച്ച് മാത്രം ടിക്കിടുക. സംശയങ്ങളുണ്ടെങ്കിൽ അത് ഉസ്താദിനോട് ചോദിച്ച് തീർത്തതിന് ശേഷം മാത്രം ടിക്കിടാൻ പാടുള്ളൂ. ഇനി നമുക്ക് 3ാമത്തെ ചോദ്യമാണ്. വിധി എഴുതാം എന്നുള്ളതാണ്. വിധി നമുക്കറിയാം, ഹറാമ്, സുന്നത്ത്, വാജിബ്, കറാഹത്ത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളതാണ് വിധി. അപ്പോൾ ഓരോന്നിന് നേരെയും നമ്മൾ വിധികൾ ആദ്യം ഏതൊക്കെയെന്ന് നമ്മൾ ആദ്യം പഠിച്ചിരിക്കണം. നമുക്ക് വായിക്കാം, അപ്പോൾ നിങ്ങൾക്ക് വിധികൾ കൂടെ പഠിക്കാൻ കഴിയും. 1. കാരണം കൂടാതെ സക്കാത്തുൽ ബദൻ അഥവാ ഫിത്ർ സക്കാത്താണ്. പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിപ്പിക്കൽ ഹറാമാണ്, ചെയ്യാൻ പാടില്ല. നമ്മളൊക്കെ പെരുന്നാളിൻ്റെ തലേന്ന് കൊടുക്കുന്ന അരിയില്ലേ, അത് പെരുന്നാളിൻ്റെ പകലിനേക്കാളും പിന്തിപ്പിക്കൽ ഹറാമാണ്. അതുകൊണ്ടാണ് നമ്മൾ രാത്രി തന്നെ കൊടുക്കുന്നത്. 2. എഴ്തികാഫ് ഇരിക്കൽ സുന്നത്താണ്. 3. കസ്റാക്കാവുന്ന യാത്ര കാരണം നഷ്ടപ്പെട്ട നോമ്പ് ഖളാ വീട്ടൽ വാജിബാണ്, നിർബന്ധമാണ്. 4. പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടവ വുളൂ ഇല്ലാതെ ചുമക്കൽ ഹറാമാണ്. ഖുർആൻ ചുമക്കുന്ന അതേ വിധി തന്നെയാണ്. 5ാമത്തേത്, മരണപ്പെട്ടവന് സ്വത്തില്ലെങ്കിൽ അവകാശി അഥവാ അവൻ്റെ അനന്തരാവകാശി അവന് വേണ്ടി ഹജ്ജ് ചെയ്യൽ സുന്നത്താണ്. സ്ത്രീകൾ തലമുടി കളയൽ കറാഹത്താണ്, ചെയ്യാൻ പാടില്ല അഥവാ നല്ലതല്ല, ഹറാമില്ല, കറാഹത്താണ്. ഇനി 4ാമത്തേത്, വിട്ടത് ചേർക്കുക എന്നതാണ്. ചോദ്യം വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 4ാമത്തേത്, വിട്ടത് ചേർക്കുക എന്ന ചോദ്യമാണ്. അതിലൊന്ന്, ലൈസ അലൻ നിസാഇ ഹൽക്കുൻ, തല വടിച്ച് ഒഴിവാക്കുക, മുടി ഒഴിവാക്കുക എന്നുള്ളത് സ്ത്രീകൾക്കില്ല.
ഇന്നമ അല നിസായ തഖ്സീറു, മുടി അല്പം വെട്ടുക എന്നതാണ് സ്ത്രീകൾക്കുള്ളത്. 2 ഇസ്ഔ, നിങ്ങൾ സഅയ് ചെയ്യുക. ഫൈന സഅയ ഖദ് കുത്തിബ അലൈക്കും, നിങ്ങളുടെ സഅയിനെ നിങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തപ്പെടും. അപ്പോൾ ഇതുപോലെ ഓരോ പാഠങ്ങളിലും 1 2 ഒക്കെ ഹദീസുകൾ, ചിലപ്പോൾ ഒരു ആയത്തുകളൊക്കെ ഉണ്ടാകും. ടോപ്പ് പ്ലസ് ആഗ്രഹിക്കുന്ന ആളുകൾ അതൊക്കെ പഠിച്ചിരിക്കേണ്ടത് നിർബന്ധമാണ്. അതുപോലെ തന്നെ എല്ലാ പാഠത്തിലെയും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം, 5ാമത്തത് ഉത്തരം എഴുതുക എന്നതാണ്. 1. നോമ്പിലെ വീഴ്ചകൾക്ക് പരിഹാരമാകുന്ന സക്കാത്ത് ഏതാണ്? ഫിത്ർ സക്കാത്താണ്. അപ്പോൾ നമ്മുടെ നോമ്പിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിനാണ് നോമ്പ് കഴിഞ്ഞ ഉടനെ പെരുന്നാൾ തലേന്ന് നമ്മൾ അരി കൊടുക്കുന്നത്. 2ാമത്തത് സ്വയം സുർക്കയാവൽ കൊണ്ട് ശുദ്ധിയാകുന്ന നജസ് ഏതാണ്? ലഹരി ദ്രാവകങ്ങളാണ്. അപ്പോൾ കള്ള് സ്വയം സുർക്കയായാൽ അത് നജസ്സാകും. 3. ഹജ്ജ് വാജിബാകാൻ വാഹനം ഉണ്ടായിരിക്കണം ആർക്ക്? മക്കയിൽ നിന്ന് 2 മർഹല അകലെ ഉള്ളവനും നടക്കാൻ കഴിയാത്തവനും. 4ാമത്തത് അറഫയിൽ നിൽക്കേണ്ട സമയം ഏത്? ദുൽഹിജ്ജ 9 ഉച്ച തിരിഞ്ഞതു മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജ്ർ വരെയാണ് അറഫയിൽ നിൽക്കേണ്ട സമയം. 5. പുരുഷൻ ഉളരി നടക്കുക അഥവാ വേഗത്തിൽ നടക്കൽ സുന്നത്തുള്ള തവാഫ് ഏതാണ്? സഈൻ്റെ തൊട്ട് മുമ്പുള്ള തവാഫിലാണ്. 6. ഫീ സബീലില്ലാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടവരാരാണ്? പ്രതിഫലം പറ്റാതെ സേവനമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാണ് ഫീ സബീലില്ലാഹി എന്ന സക്കാത്തിൻ്റെ അവകാശികൾ പറയുന്നിടത്ത് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 6ാമത്തത് സാരം എഴുതുക എന്ന ചോദ്യമാണ്. വജുഇലത്ത് ലനൽ അർളു കുല്ലുഹ മസ്ജിദൻ വജുഇലത്ത് തുർബത്തുഹ ലനാ തഹൂറൻ ഇദാലം നജിദിൽ മഅ, ഭൂമി മുഴുവനും നമുക്ക് ആരാധനയോഗ്യമാക്കപ്പെട്ടിരിക്കുന്നു, വെള്ളമില്ലെങ്കിൽ അതിലെ മണ്ണ് നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റുന്നതാക്കപ്പെട്ടിരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹദീസും അതിൻ്റെ ആശയവുമാണ്. 2. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തത അലൈഹി സബീല, കഴിവുള്ളവർ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യൽ അത് ജനങ്ങളുടെ മേൽ കടമയാണ്. അള്ളാഹുവിന് കഴിവുള്ളവർ ഹജ്ജ് ചെയ്യുക എന്നത്. ഇനി അടുത്തത് 1 വിശദമാക്കുക എന്നതിലേതാണ്? ഫിത്ർ സക്കാത്ത് നിർബന്ധമുള്ളവർ ഫിത്ർ സക്കാത്ത് വാജിബാകുന്ന സമയത്ത് തൻ്റെയും താൻ ചിലവിന് കൊടുക്കൽ വാജിബായവരുടെയും പെരുന്നാൾ ദിവസത്തെയും അതിൻ്റെ രാത്രിയിലെയും ഭക്ഷണം, കടം, വസ്ത്രം, പാർപ്പിടം മുതലായവ കഴിഞ്ഞു ബാക്കി ഉള്ളവരാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമുള്ളവർ. 2. നോമ്പ് ബാത്തിലാക്കുന്ന കാര്യങ്ങൾ: സംയോഗം, ഇന്ദ്രിയം പുറപ്പെടുവിക്കുക, ഉണ്ടാക്കി ഛർദ്ദിക്കുക, തുറക്കപ്പെട്ട ദ്വാരത്തിൽ കൂടി തടിയുള്ള വല്ലതും ഉള്ളിലേക്ക് കടക്കുക. 3 വിധം നജസുകൾ ഏതൊക്കെയാണത്? മുഅല്ലദ് വളരെ കട്ടിയുള്ള കടുപ്പം കൂടിയതാണ്, മുത്തവസ്സിത്ത് ഒരു മിഡിലായിട്ടുള്ളത്, മുഖഫഫ് വളരെ ലഘുവായിട്ടുള്ളത്. ഇങ്ങനെ 3 വിധം നജസുകളുണ്ട്. 4ാമത്തത് ഫഖീർ, തൻ്റെയും താൻ ചിലവിന് കൊടുക്കൽ വാജിബായവരുടെയും ചിലവിൻ്റെ പകുതി പോലും ലഭിക്കുന്ന വരുമാനമോ ഹലാലായ യോജിച്ച ജോലിയോ ഇല്ലാത്തവൻ. അപ്പോൾ ആവശ്യത്തിനുള്ള പകുതി പണം പോലും ലഭിക്കുന്നില്ല, കാരണം അതിന് യോജിച്ച ജോലിയുമില്ല, ഹലാലായ വരുമാനവും ഇല്ല. വായിച്ചു കഴിഞ്ഞതിലൂടെ കൃത്യമായ മോഡൽ മനസ്സിലായി. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് വീഡിയോ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ഉണ്ടാവണം. ഒരു ലൈക്ക് കൊടുത്തേക്കുക. കമൻറ്റിലൂടെ ആമീനോ അൽഹംദുലില്ലയോ താങ്ക്സോ മറ്റോ എഴുതി അറിയിക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. കമൻറ്റിൽ ആമീൻ പറയുന്ന എഴുതുന്ന എല്ലാവർക്കും അല്ലാഹു തആല എല്ലാ വിഷയങ്ങളിലും ടോപ്പ് പ്ലസ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളിൽ അല്ലാഹു തആല നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗ്ഗം പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.